Good morning, all. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടെസ്റ്റുകളായിരുന്നല്ലേ പറഞ്ഞു നിർത്തിയത്. പേഴ്സണാലിറ്റി ടെസ്റ്റ് വരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഡിഫറൻസ് പറഞ്ഞോ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞോ? പറഞ്ഞു. ഇനി നമ്മള് ചൂസിങ് എ ടെസ്റ്റ്, അതിൽ 2 പോയിന്റ് പറഞ്ഞു എന്ന് തോന്നുന്നു. ഒബ്ജക്റ്റിവിറ്റിയും യൂട്ടിലിറ്റിയും പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലെ? അല്ലല്ല, 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. വാലിഡിറ്റി വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ആദ്യം മുതൽ എടുക്കാം. ചൂസിങ് എ ടെസ്റ്റ്, നമ്മൾ ടെസ്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു സെലക്ഷൻ ടെസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒബ്ജക്റ്റിവിറ്റി, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിന്റെ ഒബ്ജക്റ്റിവിറ്റി, ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ ഒബ്ജക്റ്റീവ് ഓഫ് ടെസ്റ്റ് അതെങ്ങനെയാണ്, ഫെയർ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട്. ഒബ്ജക്റ്റീവ് സെലക്ഷൻ മെത്തേഡ് ഗ്യാരണ്ടി ചെയ്യണം. അൺബയാസ്ഡ് ആയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യണം. അതിലൂടെ മാത്രമാണ് എംപ്ലോയീസിന്റെ എബിലിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നത്. They all start with giving each candidates the same information and encouragement. അപ്പൊ എല്ലാ കാൻഡിഡേറ്റ്സിനും സെയിം ഇൻഫർമേഷനും കാര്യങ്ങളും എൻകറേജ്മെന്റും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. The utility it refers to the okay. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റിവിറ്റിയിൽ വരുന്നത്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്, അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ ലക്ഷ്യം നമുക്ക് കറക്റ്റ് ആയിട്ട് പറയണം. ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടൈപ്പ് കാൻഡിഡേറ്റ്സിനെ വേണം സെലക്ട് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഒബ്ജക്റ്റിവിറ്റിയിൽ വരുന്നത്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യകത എന്ന് പറയാറ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫിനാൻഷ്യൽ gain obtained by using specific selection methods. ചില സെലക്ഷൻ മെത്തേഡ്സ് നമ്മൾ ഒപ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ചില ഫിനാൻഷ്യൽ ഗെയിനും കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇപ്പൊ കാൻഡിഡേറ്റ്സിന്റെ നമ്പർ വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൂടുതലാണെങ്കിൽ നമ്മൾ ചിലപ്പോ ഒരു എന്താ പറയാ ഒരു മെത്തേഡിലായിരിക്കും സെലക്ഷൻ ടെസ്റ്റുകൾ, ഇപ്പോ എന്താ പറയാ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോ രീതിയിലും അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു അസസ് the increase in revenue as function for the selection method after deducting the cost of expenditure incurred during the application of a certain method. അപ്പൊ നമ്മൾ ചില ആപ്ലിക്കേഷൻ മെത്തേഡ്സും കാര്യങ്ങളും നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു സെലക്ഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട്. ചില സ്ഥലത്ത് ചില ജോബുകൾക്ക് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ പേ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ എക്സാമിനേഷൻ ഫീസും കാര്യങ്ങളും പേ ചെയ്യാറുണ്ടോ? ആരെങ്കിലും ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നോ? 1.5 year മുമ്പായിരുന്നു ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഒരു സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ആരും ചെയ്തിട്ടില്ല? ഞാൻ പറയാം, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒരു എക്സാം എഴുതാനായിട്ട് 2 എക്സാം ആണ്, മോർണിംഗ് ഈവനിങ് ആയിട്ടാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ആ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവർ എക്സാം ഫീ ആയിട്ട് 600 രൂപ എല്ലാ കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിരുന്നു. 600 രൂപ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോ 600 രൂപ കളക്ട് ചെയ്തപ്പോ അവർക്ക് ചെലവ് വന്നിട്ടുണ്ടാവും. കാരണം എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ചെലവ് വന്നിട്ടുണ്ട്. ആ സെന്റർ എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ കുറച്ച് ഫണ്ട് ചിലപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടി വെക്കേണ്ടി വന്നിട്ടുണ്ടാവും. എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ എക്സാമിനേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും അവർക്ക് അവരുടെ ചെലവുകൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന എക്സ്പെൻസുകൾ കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് അവർ എന്ത് ചെയ്തത്, ഈടാക്കിയത്. സോ അവർക്കൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അവർ സെലക്ഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ യൂട്ടിലിറ്റി നമ്മൾ നോക്കണം. എ സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് യൂട്ടിലിറ്റി നീഡഡ് ടു ലോ സെലക്ഷൻ ടെസ്റ്റ്. അപ്പോൾ
ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് യൂട്ടിലിറ്റി വേണം. ലോ സെലക്ഷൻ ടെസ്റ്റ് ആണ് അധികം കാൻഡിഡേറ്റ്സിനെ എടുക്കുന്നില്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് യൂട്ടിലിറ്റി ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യാൻ. ദസ് ഇറ്റ് ഈസ് ടോട്ടലി റിലേറ്റഡ് ടു ദ കപ്പാസിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ. അത് ആ ഒരു ഓർഗനൈസേഷന് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണ് അല്ലെ. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പോസ്റ്റ് ഒക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് തന്നെ ഏകദേശം സെറ്റിൽ ആണ് എന്ന് പറയാം. അപ്പൊ അതിന് നമ്പർ ഓഫ് എന്താ പറയാ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ജോബ് വേക്കൻസി വളരെ കുറവാണ്. പക്ഷെ അന്ന് അപ്ലൈ ചെയ്തത് ഒരുപാട് നമ്പർ ഓഫ് പേഴ്സൺസ് ആ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നത്. അപ്പൊ ഒരുപാട് പേര് ആ ഒരു ഓർഗനൈസേഷൻ അട്രാക്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് അവർക്ക് നല്ല രീതിയിൽ ആ ഒരു സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റിയത്. Thus, it is totally related to the capacity of an organization to attract a large number of talented, qualified applicants for every vacant position. അപ്പോൾ എവറി വേക്കൻറ്റ് പൊസിഷനിലേക്ക് വേണ്ടിയിട്ട് അവർക്ക് ടാലന്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പം ചില എക്സാമ്പിൾക്ക് നമ്മൾ എക്സാമിനേഷൻ ഫീ പേ ചെയ്യാറുണ്ട് അല്ലെ. ചില സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് എക്സാമിനേഷൻ ഫീ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത് യൂട്ടിലിറ്റിയുടെ ബേസിലാണ്. ആ ഓർഗനൈസേഷനിലേക്ക് ഒരുപാട് നമ്പർ ഓഫ് എന്താണ് ടാലന്റഡ് എംപ്ലോയീസ് സെലക്ഷന് വേണ്ടി വരാണെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതല്ല ഒരു സാധാരണ ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കുക. ഒരു സാധാരണ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ അവരിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സെലക്ഷൻ ടെസ്റ്റിന് വരുന്ന എക്സ്പെൻഡിച്ചറും കാര്യങ്ങളും ആരിൽ നിന്ന് കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. സോ അത് ഫുള്ളും ആര് ബോൺ ചെയ്യേണ്ടതായിട്ട് വരും? നമ്മളുടെ ഓർഗനൈസേഷൻ ആ എക്സ്പെൻഡിച്ചർ ഫുള്ളും ബോൺ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി റിയലബിലിറ്റി ആണ്. സെലക്ഷൻ ടെസ്റ്റ് എപ്പോഴും യൂണിഫോമിറ്റി വേണം കണ്ടക്ട് ചെയ്യാൻ. ഒരേപോലെ തന്നെ നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. ഇറ്റ് ഡിനോട്ട്സ് ദ യൂണിഫോമിറ്റി ഓഫ് ദ സെലക്ഷൻ ടെസ്റ്റ്. എപ്പോഴും സെലക്ഷൻ ടെസ്റ്റ് ഒരു യൂണിഫോമിറ്റി എന്നുകൊണ്ട് ഓരോ പോലെ ആയിരിക്കണം കണ്ടക്ട് ചെയ്യാൻ. എനി ടെസ്റ്റ് ഈസ് സെഡ് ടു ബി റിയലബിൾ. ഒരു ടെസ്റ്റ് റിയലബിൾ ആണ് എന്ന് പറയുമ്പോൾ ഓൺലി ഇഫ് ഇറ്റ് ഈസ് കൺസിസ്റ്റന്റ്ലി പ്രൊഡ്യൂസിങ് സെയിം റിസൾട്ട് ആയിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ചിലപ്പോ ചില എക്സാമുകൾ ചിലപ്പോൾ പ്രിലിമിനറി ടെസ്റ്റ് ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഫ്രോഡും കാര്യങ്ങളൊക്കെ കാണിച്ച് ചിലപ്പോൾ പാസ്സാവും അല്ലെ. പക്ഷെ അവർ മെയിൻ എക്സാമിലേക്ക് വരുമ്പോൾ ഫെയിൽ ആവും. അപ്പൊ നമ്മൾ റീതിങ്ക് ചെയ്യും, എന്തുകൊണ്ട് പ്രിലിംസിൽ ഫസ്റ്റ് വന്ന ആള് മെയിൻസ് വന്നപ്പോൾ വളരെ മാർക്ക് കുറവായിരുന്നു, അത് എന്തുകൊണ്ടാണ് എന്ന് അവർ റീതിങ്ക് ചെയ്യുമ്പോൾ അവർക്ക് യൂണിഫോമിറ്റി ഇല്ല. യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ റീ എക്സാമിനേഷൻ നടത്തും. ആ കാൻഡിഡേറ്റ്സിനെ കുറച്ചും കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് റീ എക്സാമിനേഷൻ നടത്തും. അപ്പോഴും അദ്ദേഹം വളരെ മോശമായിട്ടുള്ള പ്രകടനമാണെങ്കിൽ അയാൾ എന്തോ ഒരു ബയാസോ ആ റിയലബിൾ ടെസ്റ്റ് ആദ്യം കണ്ടക്ട് ചെയ്ത റിയലബിൾ ടെസ്റ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ റിയലബിലിറ്റി എന്ന് പറയുന്നത് വിശ്വസനീയതയാണ്. ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ടെസ്റ്റ് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റണം. അപ്പൊ എനിക്ക് തോന്നുന്നു PSC എക്സാംസ് ഒക്കെ അത്യാവശ്യം റിയലബിൾ ആയിട്ടുള്ള രീതിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ മുമ്പൊരു പ്രശ്നം ഉണ്ടായില്ലേ, സ്മാർട്ട് വാച്ച് യൂസ് ചെയ്ത് ഫ്രോഡും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പറഞ്ഞ പ്രശ്നം കേട്ടിട്ടുണ്ടോ? അത് ഇല്ല. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഫ്രോഡ് എന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വ്യക്തി വളരെ മാർക്ക് കുറവായിരുന്നു, ഡിഗ്രി ഫെയിലോ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അയാൾക്ക് ഫസ്റ്റ് റാങ്കോ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ റിയലബിൾ അല്ല. വീണ്ടും എക്സാം ഒക്കെ കേസും കാര്യങ്ങളൊക്കെ വന്നു, അതങ്ങനെ പോയി. അപ്പൊ അതിനുശേഷം നമ്മളുടെ PSC എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന വളരെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് അല്ലെ. നമുക്ക് വാച്ച് കൊണ്ടുപോകാമായിരുന്നു അല്ലെ എക്സാം ഹോളിലേക്ക്. പണ്ട് നോർമൽ ആയിട്ടുള്ള വാച്ച് ആയാലും അല്ലെങ്കിൽ വാച്ചൊക്കെ നമുക്ക് എക്സാം ഹോളിലോട്ട് കയറ്റി കൊടുത്തി. അപ്പൊ അതൊന്നുമില്ല. ഒരു ഇലക്ട്രിക്കൽ ഡിവൈസും നമുക്ക് എക്സാം ഹോളിലോട്ട് കയറ്റാനായിട്ട് പാടില്ല. കാരണം ഈ ഫ്രോഡ് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, വിത്ത് ആൻ അൺറിയലബിൾ ടെസ്റ്റ് an individual may score high at one event. ഒരു എക്സാമിന് നല്ല രീതിയിൽ ഹൈ മാർക്ക് സ്കോർ ചെയ്തു ആൻഡ് വെരി ലോ ഓൺ അതർ. മറ്റൊരു എക്സാമിൽ വളരെ കുറവായിരിക്കും. ഈവൻ ഇഫ് ബോത്ത് ദ ഇവന്റ്സ് ആർ മ്യൂച്വലി ക്ലോസ് ഇൻ ടൈം. രണ്ടും അടുത്തടുത്ത് നടന്ന സംഭവങ്ങളാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ സെലക്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ റിയലബിൾ അല്ലെങ്കിൽ നമുക്കത് വളരെ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യും. ദിസ് യൂണിഫോമിറ്റി is developed with the help of re-examination of the candidates. ഇനി നമുക്ക് യൂണിഫോമിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു re-examination കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. വിത്ത് ദ സെയിം ടെസ്റ്റ് വൺ ഓർ മോർ ഇവന്റ്സ്, ഒന്നും അതിൽ കൂടുതലോ നമുക്ക് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാം. or by any methods to evaluate the uniformity of
ടെസ്റ്റ് സ്കോർ. അപ്പൊ ടെസ്റ്റ് സ്കോർ ഇവാലുവേറ്റ് ചെയ്യാൻ മറ്റേതെങ്കിലും മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് അവര് ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തിയ സ്കോറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റിയലബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് സെലക്ഷൻ ടെസ്റ്റിനെ സംബന്ധിച്ച്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്, റിയലബിലിറ്റി. ഇനി വാലിഡിറ്റി ആണ്. വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു സെലക്ഷൻ ടെസ്റ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. വാലിഡ് ആയിരിക്കണം. നമ്മൾ ആ ടെസ്റ്റ് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ജോബിന് വാലിഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ. Validity of the test is an important element as it is the degree to which a test evaluate what was supposed to be evaluated. നമ്മൾ എന്ത് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്ത് കഴിവാണ് ആ ഒരു എംപ്ലോയിക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഒരു അക്കൗണ്ടന്റ് ജോബിലേക്കാണ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട്. ആരെങ്കിലും ജൂനിയർ അസിസ്റ്റന്റിന്റെയോ അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു BSc-യുടെ ഒരു വർഷത്തിന് മുമ്പായിരുന്നു, ഒരു വർഷമായിട്ടില്ല, ഒരു 6 months മുമ്പായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? എല്ലാ വർഷവും ഉണ്ട് ജൂനിയർ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതില് കൂടുതലും അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷും മാത്സും ഒക്കെ ഉണ്ട്, എന്നാലും നമുക്ക് 30% അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ വരുന്നത്. കാരണം നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് എന്തോരം വേണം എന്ന് നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യണം. എന്റെ അഭിപ്രായത്തിൽ അതിൽ 30 ക്വസ്റ്റ്യൻസ് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിരുന്നു. ബാക്കി എനിക്ക് തോന്നുന്നു ജനറൽ നോളജ് 20, മാത്സ് 20, ഇംഗ്ലീഷ് 20, പിന്നെ 10 ക്വസ്റ്റ്യൻസ് മലയാളം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആവശ്യമേ ഇല്ല. നമ്മളൊരു അക്കൗണ്ട് പോസ്റ്റിലേക്കാണ് ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ കൊടുക്കേണ്ടത്. ഒരു 80% അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെന്റ് മേഖലകളുണ്ട്. ഇപ്പൊ പോസ്റ്റ് അക്കൗണ്ടിങ്, ഇൻകം ടാക്സ്, അതേപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണമായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്യാൻ. അല്ലാത്ത പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഈ നോർമൽ എക്സാമുകൾക്ക് തയ്യാറാകുന്ന ആൾക്കാരുണ്ടല്ലോ, PSC എക്സാമിന് തയ്യാറാകുന്നവര്, അവർ ഈ എക്സാമും എഴുതും ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് GK അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യും. എന്താ പറയാ, GK കഴിഞ്ഞിട്ട് ഇംഗ്ലീഷും അതേപോലെ തന്നെ മലയാളവും മാത്സും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യും. മാർക്ക് പോകുന്നത് ചിലപ്പോൾ അക്കൗണ്ട് സെഷനിൽ നിന്നായിരിക്കും. ബാക്കി എല്ലാത്തിനും നല്ല സ്കോർ ഉണ്ടാവും. അങ്ങനെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ എക്സാം വരുമ്പോൾ എൻ്റയർ ക്വസ്റ്റ്യൻ വരുന്നത് അക്കൗണ്ട്സിൽ നിന്നായിരിക്കും. അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ അവർ തയ്യാറാക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾ ഫെയിൽ ആവും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ, അപ്പൊ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അത് വാലിഡ് അല്ല. നമ്മൾ ആദ്യം കണ്ടക്ട് ചെയ്ത ടെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ റിയലബിൾ അല്ല, വാലിഡും അല്ല. കാരണം എന്താണ്, നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു അതിന്റെ കാര്യം, അപ്പൊ നമ്മൾ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ഈ ജോബിന് വേണ്ടിയിട്ടാണ്, ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോ ചിലപ്പോൾ ഈ വ്യക്തിക്കായിരിക്കും പ്രിലിംസിൽ ഫസ്റ്റ് സ്കോർ, ചിലപ്പോൾ മെയിൻ എക്സാം എടുക്കുമ്പോൾ വളരെ ലോ സ്കോർ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് പോസ്റ്റിംഗ് വളരെ കുറവാണ്. ജൂനിയർ അക്കൗണ്ടിന്റെ പോസ്റ്റിലേക്ക് വരുന്ന വേക്കൻസീസ് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും പോസ്റ്റിംഗ് അത്രയും നമ്പർ ഓഫ് പോസ്റ്റിംഗ്സ് വരണമെന്നില്ല. ഇനി പ്രിപ്പറേഷൻ ആണ്. എ കോംപ്ലെക്സ് സ്ട്രക്ചർ ഓഫ് ടെസ്റ്റ് മേ ഫെയിൽ ടു പ്രൊവൈഡ് ക്വാളിറ്റി റിസൾട്ട്. ഇത്തിരി ടഫായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ടെസ്റ്റ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, ഭയങ്കര ടഫായിട്ടുള്ള രീതിയിലാണെങ്കിൽ, ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ എക്സാമിന് ഇടുന്നത്, സെലക്ഷൻ ടെസ്റ്റിന് ഇടുന്നതെങ്കിൽ അത് റിസൾട്ട് ചിലപ്പോൾ അതിന്റെ ക്വാളിറ്റിനെ അത് അഫക്ട് ചെയ്യും അല്ലെ. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പാസ് മാർക്ക് കിട്ടണമെന്നില്ല. Therefore, a test need to be prepared very effectively and efficiently. നല്ല എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും വേണം നമ്മൾ അത് പ്രിപ്പയർ ചെയ്യാൻ. ആൻഡ് അറ്റ് ദ ടൈം ഇറ്റ് ഷുഡ് ബി ഈസി ടു കണ്ടക്ട്. സിമ്പിൾ ആയിട്ട് അത് കണ്ടക്ട് ചെയ്യാനും പറ്റുന്നു. അപ്പൊ പ്രിപ്പറേഷൻ വളരെ ഈസി ആയിട്ട് വേണം. അതേപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് പ്രിപ്പയർ ചെയ്യണം. എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ ഈസി ആയിരിക്കണം. സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് എ ടെസ്റ്റ് മസ്റ്റ് ബി അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ഗ്രൂപ്പ് ഓൺ വിച്ച് ഇറ്റ് ബീങ് കണ്ടക്റ്റഡ്. നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പ് ആ ടെസ്റ്റ് ഓക്കെ ആണോ, സ്യൂട്ടബിൾ ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എ റിട്ടേൺ ടെസ്റ്റ് കണ്ടെയ്നിങ് ഡിഫിക്കൽട്ട് വേർഡ്സ് ഇൻ യൂസ്ലെസ്. അപ്പോൾ
ഒരു റിട്ടേൺ ടെസ്റ്റ് ആണ്, നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഒരു ടെസ്റ്റ് ആണെങ്കിൽ, റിട്ടേൺ ടെസ്റ്റ് ആണെങ്കിൽ അതിൽ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. ഇഫ് ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദ വർക്കർ ഹു ആർ നോട്ട് മച്ച് ലിറ്ററേറ്റ്. അപ്പോൾ ഒരു റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാണ്, അത് അധികം ലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് വിചാരിക്കും. അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തിയാണ്, ലേബർ ജോബാണ്. നമ്മളിപ്പോ ലോ ലെവൽ ജോബിലേക്കാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റിട്ടേൺ ടെസ്റ്റ് വേണം എന്ന് പറയണം നിർബന്ധമില്ല. കാരണം അവിടെ നമുക്ക് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ എനർജിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. കാരണം അദ്ദേഹത്തിനെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ടെസ്റ്റ് ഒന്നും ഈ ലോ ലെവൽ എംപ്ലോയീസിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യണമെന്നില്ല. കാരണം അവർക്കത് അറ്റൈൻ ചെയ്യാനായിട്ടോ കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആൻസർ ചെയ്യാനോ പറ്റില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു ടെസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാല് ആ ടെസ്റ്റിന്റെ അല്ലെങ്കിൽ ആ ജോബിന്റെ ഒബ്ജക്ടിവിറ്റി അനുസരിച്ച് വേണം നമ്മൾ ആ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ. യൂട്ടിലിറ്റി നമ്മൾ ശ്രദ്ധിക്കണം. യൂട്ടിലിറ്റി അനുസരിച്ചും വേണം സെലക്ഷൻ. റിയലബിൾ ആൻഡ് വാലിഡ് ആയിരിക്കണം. ആ സെലക്ഷൻ ടെസ്റ്റ് വിശ്വസിക്കാൻ പറ്റണം, വാലിഡ് ആയിരിക്കണം. പിന്നെ പ്രിപ്പറേഷൻ ഈസി ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അതേപോലെ തന്നെ ഓരോ ജോബിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സെലക്ഷൻ ടെസ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ചൂസിങ് എ ടെസ്റ്റ് എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കി. റീഡ് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾ റീഡ് ചെയ്യുന്നത്. ചിലപ്പോൾ പിന്നീട് റീഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, ബിസി ആയി പോകും. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് വേണ്ട വരില്ല, ഒരു 3 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റും. ഒന്ന് വായിച്ചു നോക്ക്. ചൂസിങ് ടെസ്റ്റ് മുതൽ വായിക്കാം കേട്ടോ. എല്ലാവരും വായിച്ചു നോക്കിയോ? ഓക്കെ, ഇനി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജ് ആണ്,
അതേപോലെ തന്നെ എന്തെല്ലാം ഡിസഡ്വാൻറ്റേജസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. റിയലബിൾ ടൂൾ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് എന്ത് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സെലക്ഷൻ ടെസ്റ്റ് ആർ റിഗാർഡഡ് ആസ് റിയലബിൾ and unbiased to evaluate and select the best candidate for a vacant position. സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിയലബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അതുപോലെ തന്നെ അൺബയാസ്ഡ് ആയിട്ടുള്ള ടൂളാണ്. ഒരു സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് കഴിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ടൂളാണ്. നമുക്ക് തെറ്റുകൾ വരാനുള്ള ചാൻസ് കുറവാണ്. ഇത് വിശ്വസിക്കാനായിട്ട് പറ്റും, കൂടുതലായിട്ട് വിശ്വസിക്കാൻ പറ്റും. സെലക്ഷൻ ടെസ്റ്റ് ആർ ഓൾവേസ് ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസസ്. അപ്പോൾ സെലക്ഷൻ ടെസ്റ്റ് എപ്പോഴും ഫ്രീ ആയിരിക്കും. പേഴ്സണൽ ബയാസസ് അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്ത് കൊടുക്കും. പക്ഷെ സെലക്ഷൻ ടെസ്റ്റിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു വ്യക്തി എത്ര മാർക്കാണ് സ്കോർ ചെയ്ത് ആ മാർക്ക് തന്നെ കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. ഡിസ്ക്രിമിനേഷൻ ഇൻ കമ്പാരിസൺ ടു അതർ ടെക്നിക്സ്, മറ്റു ടെക്നിക്സിനെ നോക്കുമ്പോൾ ഡിസ്ക്രിമിനേഷൻ വളരെ കുറവാണ്. ഡിസ്ക്രിമിനേഷൻ കുറവുള്ള ഒരു കാര്യമാണ് സെലക്ഷൻ ടെസ്റ്റ്. കാരണം ഒരു വ്യക്തി എത്ര മാർക്കാണോ സ്കോർ ചെയ്തത് അത് നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആർ യൂസ്ഡ് ഫോർ സെലക്ഷൻ പർപ്പസ്, ഇതെല്ലാം നമുക്ക് സെലക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യാം. സജാസ് ടു അതർ ടെക്നിക്സ് യൂസ്ഡ് ഫോർ സെലക്ഷൻ പർപ്പസ് സജാസ് ഇന്റർവ്യൂ പോലെ അല്ല സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തി സ്കോർ ചെയ്ത മാർക്ക് അത് നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷെ ഇന്റർവ്യൂവിൽ ഇപ്പൊ ഞാൻ എന്റെ ഫേവറബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഞാൻ മാർക്ക് സ്കോർ കൂടുതൽ കൊടുക്കും. അവര് ഡിസ്ക്രിമിനേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, പേഴ്സണൽ ബയാസിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു റിയലബിൾ ആയിട്ടുള്ള ടൂളാണ് എന്ത് സെലക്ഷൻ ടെസ്റ്റ്. ഇനി ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പിൽ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് ഒരുപാട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ഷൻ ടെസ്റ്റ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പ്. സെലക്ഷൻ ടെസ്റ്റ് ഹാസ് ആൻഡ് advantages over other tests as it can be conducted for large number of applicants at the same time. Large number of applicants നെ at a time നമുക്ക് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ PSC എക്സാമിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ നമ്പേഴ്സ് കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ 1 lakh 3 lakh കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അവർക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അതിൽ നിന്ന് കട്ട് ഓഫ് പോയിന്റ് മേലെ വരുന്നവരായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. Selection test is the only technique to save the time and money of the organization. ഒരു ഓർഗനൈസേഷന്റെ മണിയും ടൈമും സേവ് ചെയ്യാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഏത് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അറ്റ് ദ ടൈം ഓഫ് സെലക്ടിങ് ദ കാൻഡിഡേറ്റ്സ് ഫ്രം ലാർജ്, ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഐഡിയൽ ആയിട്ട് എന്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റും, സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ആ 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. Reliable tool and ideal for large group. വായിച്ചു നോക്കിയോ? അപ്പോ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് റിയലബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. അതേപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് എന്ത് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. Predictor of intangible talents. Selection tests are useful tool to identify hidden talents and skills of the individual. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഹിഡൻ ആയിട്ടുള്ള ടാലൻസും സ്കിൽസും അറിയാനായിട്ട് സെലക്ഷൻ ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗോൾ സ്പെസിഫിക് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ്. ഒരു സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഗോൾ സ്പെസിഫിക് ആയിരിക്കും. ആ ഒരു ജോബിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ ടാർഗറ്റ് ഓറിയന്റഡ് ആണ്. In order to evaluate particular characteristics of an individual, various selection tests are used by the organization.
ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, achievement test can be used to discover the existing performance of the applicant. അപ്പൊ അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയുടെ കറക്റ്റ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓൺ ദ അതർ ഹാൻഡ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർ കൺസിഡർ ഫോർ ഇവാലുവേറ്റിംഗ് പ്രോസ്പെക്റ്റീവ് പെർഫോമൻസ്. അപ്പോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഇനി അദ്ദേഹത്തിന്റെ ഭാവിയിലുള്ള എന്താ പറയാ, ഭാവിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹിഡൻ ടാലൻസും അല്ലെങ്കിൽ അദ്ദേഹം എത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഗോൾ സ്പെസിഫിക് ആണ്, ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. റെക്കോർഡ് ഓഫ് യൂസ് ഫോർ ഫ്യൂച്ചർ. നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തിക്ക് ജോബ് കൊടുത്തത്, എന്താണ് അതിന്റെ റീസൺ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു, ആ ടെസ്റ്റിൽ സെലക്ഷൻ ടെസ്റ്റിൽ അദ്ദേഹമായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തത്, അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് ആ ഒരു ജോബ് കൊടുത്തത്. അപ്പോൾ നമുക്കൊരു ലീഗൽ ആയിട്ടുള്ള രീതിയിലാണ് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ റെക്കോർഡിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സെലക്ഷൻ ടെസ്റ്റ് ആക്ട് ആസ് എ റെക്കോർഡ് കീപ്പിംഗ് ടൂൾ ഫോർ ദ ഓർഗനൈസേഷൻ. നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു റെക്കോർഡ് കീപ്പിംഗ് ടൂൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വിച്ച് ക്യാൻ ബി കെപ്റ്റ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഭാവിയിലേക്ക് ഫ്യൂച്ചർ റെഫറൻസിനും ഇൻവെസ്റ്റിഗേഷനും വേണ്ടിയിട്ട് നമുക്ക് ഈ സെലക്ഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. Analyze the outcome of selection test may result in formation of some guidelines for additional improvement in the content and administration of test. ചിലപ്പോ ഞാൻ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും അല്ലെ, ആ ഒരു വ്യക്തി ചിലപ്പോ നല്ല സ്കോറൊക്കെ വാങ്ങിച്ച് മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ വീക്ക് ആയിരിക്കും. കാരണം തിയറിറ്റിക്കൽ നോളജ് ഒരുപാട് ഉണ്ടാവും, പക്ഷെ പ്രാക്ടിക്കൽ നോളജ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ തിയററ്റിക്കൽ നോളജ് മാത്രം ചെക്ക് ചെയ്താൽ പോരാ, പ്രാക്ടിക്കൽ നോളജോടുകൂടി അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ടെസ്റ്റിൽ എന്താണ് പോരായ്മകൾ, ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഇറ്റ് ബിക്കം ഈസിയർ ടു ഡ്രോ ഔട്ട് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ടെസ്റ്റ് ബൈ ഫൈൻഡിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. ഇപ്പൊ നമ്മൾ ഒരു കാൻഡിഡേറ്റ്സിന്റെ എന്താണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യും, ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സെലക്ഷൻ ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്തപ്പോൾ നല്ല ഹൈ മാർക്ക് സ്കോർ ഒക്കെ അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ടപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ സ്കോർ ചെയ്യും അല്ലെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന്റെ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യും, സെലക്ഷൻ ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ സെലക്ഷൻ ടെസ്റ്റിന്റെ വാല്യൂ നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ മാർക്കും കാര്യങ്ങളും സ്കോറിംഗ് നോക്കിയിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ പറ്റും. ആ ഒരു വ്യക്തി ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യും, പിന്നെ സ്റ്റാൻഡേർഡുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നോക്കാം. നമ്മൾ 3 പോയിന്റ്സ് ആണ് നോക്കിയത്. ലാസ്റ്റ്, പ്രെഡിക്റ്റർ ഓഫ് ഇൻടാഞ്ചിബിൾ ടാലന്റ്. നമ്മളുടെ കാൻഡിഡേറ്റ്സിന് ഹിഡൻ ആയിട്ടുള്ള ടാലൻസും കാര്യങ്ങളും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഗോൾ സ്പെസിഫിക് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ്. നമുക്ക് ഗോൾ സ്പെസിഫിക്കും ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റും. സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഫ്യൂച്ചർ റെഫറൻസിനും ഇൻവെസ്റ്റിഗേഷനും നമ്മളൊരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു എംപ്ലോയിന് നിങ്ങൾ എന്തുകൊണ്ടാണ് ജോബ് കൊടുത്തത് എന്നൊരു ചോദ്യം വരാണെങ്കിൽ, ഇങ്ങനെ ഒരു സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു, ആ സെലക്ഷൻ ടെസ്റ്റിൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്തത് അദ്ദേഹമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ജോബ് നമ്മൾ കൊടുത്തത് എന്ന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് സെലക്ഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കി.
എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയും മെറിറ്റ്സ് പറഞ്ഞല്ലേ, അഡ്വാൻറ്റേജ് പറഞ്ഞു, റിയലബിൾ ടൂൾ ആണ്, ലാർജ് ഗ്രൂപ്പിന് ഐഡിയൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻടാൻജിബിൾ ആയിട്ടുള്ള ടാലൻസും കാര്യങ്ങളും പ്രെഡിക്ട് ചെയ്യാം. ഗോൾ സ്പെസിഫിക്കും ടാർഗറ്റ് ഓറിയന്റഡ് ആണ്. ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഇനി ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും കൂടി ഉണ്ട്. സെലക്ഷൻ ടെസ്റ്റിന് അതിൻ്റെതായ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇനി നമ്മളത് നോക്കാൻ പോകുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് ആണ്. ടു സെലക്ഷൻ ടെസ്റ്റ് ഹാവ് സെവറൽ അഡ്വാൻറ്റേജസ്. നമ്മൾ കുറെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. ദേ സഫർ ഫ്രം ഫ്യൂ ഡിസഡ്വാൻറ്റേജസ് ഓൾസോ. ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. വിച്ച് ആർ ആസ് ഫോളോസ്. താഴെ പറയുന്നതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇൻ അപ്രോപ്രിയേറ്റ് ഫോർ സ്മോൾ ഗ്രൂപ്പ്. സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എക്സാം സെന്റേഴ്സും എക്സാം പേപ്പറും ക്വസ്റ്റ്യനെയറും എക്സാമിനറും വാല്യുവേഷന് വേണ്ടിയിട്ട് വാല്യൂവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യക്തികളും ഒക്കെ വരണം. അപ്പൊ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സ് നമുക്ക് ഒരു സ്മോൾ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കനോട്ട് ഓൾവേസ് പ്രെഡിക്ട് വർക്ക് പെർഫോമൻസ്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഇൻടാൻജിബിൾ ടാലൻസും കാര്യങ്ങളും പ്രെഡിക്ട് ചെയ്യാൻ ഒരു പരിധി വരെയും പറ്റുമെങ്കിലും ആ വ്യക്തിയുടെ എന്താ പറയാ, ചിലപ്പോൾ അയാൾക്ക് നല്ല തിയററ്റിക്കൽ ആയിട്ടുള്ള മാർക്കും കാര്യങ്ങളായിരിക്കും സ്കോർ ചെയ്തിരിക്കുന്നത്, പക്ഷെ പ്രാക്ടിക്കൽ നോളജ് അത്രയും ഉണ്ടാവില്ല. അപ്പൊ കനോട്ട് ഓൾവേസ് പ്രെഡിക്ട് വർക്ക് പെർഫോമൻസ്. നമുക്ക് വർക്ക് പെർഫോമൻസും കാര്യങ്ങളും എപ്പോഴും ഫാക്റ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. ക്യാൻ ബി യൂസ്ഡ് ഓൺലി ആസ് എ സപ്ലിമെന്റ്. ഒരു സപ്ലിമെന്റ് ആയിട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ സെലക്ഷൻ ടെസ്റ്റ് ഇന്റർവ്യൂല് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നോക്കിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കറക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സെലക്ഷൻ ടെസ്റ്റ് മാത്രം നോക്കിയിട്ട് ഒരു എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സിറ്റുവേഷൻസിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാനായിട്ട് സെലക്ഷൻ ടെസ്റ്റ് പറ്റില്ല. നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഒരു പെട്ടെന്ന് സെലക്ഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കും എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ മാറ്റം ആയിരിക്കും ചിലപ്പോൾ കാൻഡിഡേറ്റ്സ് പഠിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ആ റേറ്റ് ആയിരിക്കില്ല കൊടുക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഇടയ്ക്കാണ് GSTയുടെ സ്ലാബ് മാറിയിരിക്കുന്നത് അല്ലെ. അപ്പൊ GSTയുടെ സ്ലാബ്, പണ്ടത്തെ സ്ലാബ് ഇന്ന റേറ്റ് എന്ന് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടു, അതിന്റെ ആൻസറിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് സ്ലാബായിട്ട് പെട്ടെന്ന് മാറ്റം വരുത്താനായിട്ട് സെലക്ഷൻ ടെസ്റ്റുകൾക്ക് പറ്റില്ല. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ക്രിറ്റിസിസ്റ്റ് ഫോർ ഡിസ്ക്രിമിനേഷൻ. നമ്മൾ ഒരു പരിധിവരെ സെലക്ഷൻ ടെസ്റ്റ് കാര്യങ്ങളും ഡിസ്ക്രിമിനേഷൻ കുറവാണ് എന്ന് പറഞ്ഞാലും, എന്നാലും ചെറുതായിട്ട് എങ്കിലും സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്ക്രിമിനേഷൻ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സെലക്ഷൻ ടെസ്റ്റിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. Inappropriate for smaller groups. Selection tests are not very effective from the accept of the cost to choose the best candidates if the applicant pool is small. അപ്പോൾ കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളൂ, ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റ്സിന്റെ നമ്പർ വളരെ കുറവാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, ഒരു സെലക്ഷൻ ടെസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ലാർജ് ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് സെലക്ഷൻ ടെസ്റ്റ് അത്ര എഫക്റ്റീവ് ആവുള്ളൂ. കുറച്ച് ആപ്ലിക്കൻസ് ആണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ കാര്യങ്ങളും കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ സ്മോൾ ഗ്രൂപ്പിന് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് എന്ത് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സെലക്ഷൻ ടെസ്റ്റ് ആർ നോട്ട് വെരി എഫക്റ്റീവ് ഫ്രം ദ ആക്സെപ്റ്റ് ഓഫ് ദ കോസ്റ്റ് ടു ചൂസ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഇഫ് ദ ആപ്ലിക്കന്റ് പോൾ ഈസ് സ്മോൾ. ആപ്ലിക്കന്റ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറവാണെങ്കിൽ സെലക്ഷൻ ടെസ്റ്റ് എന്താണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് നീഡ് പ്ലെന്റി ഓഫ് ടൈം. സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ ഒരുപാട് സമയം ആൻഡ് മണി ടു പ്രിപ്പയർ, ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. സെലക്ഷൻ ടെസ്റ്റ് ചെക്ക് വെദർ ഇറ്റ് ഈസ് വാലിഡ് ആൻഡ് റിയലബിൾ ഓർ നോട്ട്. സെലക്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്യണം, അത് വാലിഡ് ആണോ റിയലബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഒരുപാട് ടൈം മണിയും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു സ്മോൾ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ നോട്ട് വെരി എഫക്റ്റീവ്, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് എന്ത്
സ്മോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. കനോട്ട് ഓൾവേസ് പ്രെഡിക്ട് വർക്ക് പെർഫോമൻസ്. നമുക്ക് എല്ലാ കാര്യത്തിലും അല്ലെ എല്ലാ സെലക്ഷൻ ടെസ്റ്റിന്റെയും റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് 100% ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു ഇൻഡിവിജ്വല് ആ ഒരു ജോബില് സക്സസ്ഫുൾ ആയിരിക്കില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ സെലക്ഷൻ ടെസ്റ്റിൽ വളരെ മാർക്ക് കുറഞ്ഞൊരു വ്യക്തിയായിരിക്കും, അദ്ദേഹത്തിന് ആ ജോബ് സ്കിൽ ഉണ്ടാവും, പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും, ആ വർക്ക് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ സ്കിൽ ഉണ്ടാവും. പക്ഷെ എന്താ സംഭവിക്കുന്നത്, അദ്ദേഹത്തിന് എന്താണ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, മാർക്കും കാര്യങ്ങളും കുറവായിരിക്കും. ഈ മാർക്കും കാര്യങ്ങളും സ്കോർ ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിലോ പ്രാക്ടിക്കൽ സ്കില്ല് വളരെ കുറവായിരിക്കും. ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടന്റ് എക്സാം ആണ് അല്ലെ. അവർ ആ സമയത്ത് ഒരുപാട് പേര് നല്ല ഹൈ സ്കോർ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ട്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവരായിരിക്കില്ല അവരൊക്കെ. അവരൊക്കെ ഇതിന് വേണ്ടിയിട്ടായിരിക്കും മറ്റ് PSC എക്സാംസിനോ ടെസ്റ്റിനോ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തവരാണ്. അപ്പൊ അവർ നല്ല സ്കോറൊക്കെ വാങ്ങിച്ചു, പക്ഷെ മെയിൻ എക്സാം വരുമ്പോൾ അവരൊക്കെ ഉണ്ടാവും ഫെയിൽ ആവാണ് ചെയ്യുന്നത്. സെലക്ഷൻ ടെസ്റ്റ് ആർ നോട്ട് ഓൾവേസ് കേപ്പബിൾ ഓഫ് മേക്കിംഗ് എ 100% ഫോർകാസ്റ്റ് അബൌട്ട് ഓൺ ദ ജോബ് സക്സസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അപ്പൊ നമുക്ക് ജോബ് സക്സസ് 100% എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല സെലക്ഷൻ ടെസ്റ്റിന്റെ കേസിൽ. പാർട്ട്ലി ദേ ക്യാൻ ഡിസ്ക്ലോസ് ദ സ്കോർ above the cut off point who will be more successful. ചിലപ്പോ കട്ട് ഓഫ് പോയിന്റിന് എബവ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ താഴെയുള്ളവരൊക്കെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകുന്നത്, റാദർ ദാൻ ദോസ് ഹു സ്കോർ ബിലോ ദ ഡെഡ്ലൈൻ. ഡെഡ്ലൈൻ താഴെയുള്ളവർ നല്ല രീതിയിൽ ചിലപ്പോൾ വർക്ക് ചെയ്യും, നല്ല സ്കോറൊക്കെ വാങ്ങിക്കുന്നവര് ചിലപ്പോൾ അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നില്ല. ഇപ്പൊ ജസ്റ്റ് ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ തിയറിറ്റിക്കൽ നോളജ് ഉണ്ടാവും, തിയറി കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് പ്രാക്ടിക്കൽ സ്കിൽസ് വളരെ കുറവായിരിക്കും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ തിയറിറ്റിക്കൽ നോളജ് കൂടുതലുള്ള ആൾക്കാർ മാർക്ക് നല്ല സ്കോർ ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ ആ വ്യക്തി നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇത് 2 പോയിന്റ് ഒന്ന് റീഡ് ചെയ്യാവോ? ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ സ്മോളർ ഗ്രൂപ്പ്, cannot always predict work performance. എല്ലാരും വായിച്ചു നോക്കിയോ? ഇനി നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ് സെലക്ഷൻ ടെസ്റ്റിന്റെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ് ഏത്? ക്യാൻ ബി യൂസ്ഡ് ഓൺലി ആസ് എ സപ്ലിമെന്റ്. സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടീവ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യം, ഒരു സപ്ലിമെന്റ് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ടെസ്റ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ആസ് എ supplement rather than an alternative for other method of selection such as application form and interview. Application form interview ഒക്കെ പോലെ തന്നെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ഷൻ ടെസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സെലക്ഷൻ ടെസ്റ്റ് പ്ലസ് ഇന്റർവ്യൂല് അവർ സ്കോർ ചെയ്യുന്ന മാർക്കും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഫൈനൽ സെലക്ഷനും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്കോർ നല്ല രീതിയിൽ ഹൈ സ്കോർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അദ്ദേഹത്തിന് സെലക്ട് ചെയ്യാൻ പറ്റിയ അതും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും, ഇന്റർവ്യൂവിന്റെ മാർക്കും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും കറക്റ്റ് ആയിട്ട് ആ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. സെലക്ഷൻ ടെസ്റ്റിന്റെ വൺ ഓഫ് ദ മെയിൻ ഡ്രോബാക്ക് ആണ് ഫ്ലെക്സിബിലിറ്റി വളരെ കുറവാണ്. സെലക്ഷൻ ടെസ്റ്റ് ആർ പ്രീ പ്ലാൻഡ് ടെസ്റ്റ്. പ്രീ പ്ലാൻഡ് ആയിട്ടായിരിക്കും സെലക്ഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. And they cannot be modified constantly to corresponding to the changes in situation. നമ്മുടെ സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ച് എന്തെങ്കിലും അപ്ഡേഷൻസോ അല്ലെങ്കിൽ റേറ്റോ സ്ലാബോ കാര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ചസ് വരുത്താനായിട്ട് സെലക്ഷൻ ടെസ്റ്റിൽ പറ്റില്ല. ഇൻ അഡീഷൻ സിൻസ് ഇറ്റ് ഈസ് ആൻഡ് ഇംപേഴ്സണൽ ടെക്നിക്സ്, അതൊരു ഇംപേഴ്സണൽ ആയിട്ടുള്ള ടെക്നിക്കാണ്, നമുക്ക് പെട്ടെന്ന് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ഇറ്റ് മേ ഫെയിൽ ടു നോട്ടിഫൈ significant individual difference
വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ദ ജോബ് പെർഫോമൻസ്. അതേപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസും എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് നല്ല രീതിയിൽ തിയറി നോളജും തിയററ്റിക്കൽ ആയിട്ടുള്ള നോളജും കാര്യങ്ങളും ഉണ്ടാവും, ചിലവർക്ക് പ്രാക്ടിക്കൽ സ്കില്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ രണ്ട് സ്കിൽസും തിയററ്റിക്കൽ നോളജ് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ പ്രാക്ടിക്കൽ നോളജ് ഒരു കാരണവശാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഫെയിൽ ടു നോട്ടിഫൈ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് കണ്ടെത്താനായിട്ട് നമുക്ക് പാടായിരിക്കും. ഇനി ക്രിറ്റിസിസ് ഫോർ ഡിസ്ക്രിമിനേഷൻ. Many times test and its users are criticized for discrimination against unprivileged classes. Okay, അതൊരു പരിധി വരെ ഡിസ്ക്രിമിനേഷൻ ആണ് എന്നാണ് പറയുന്നത്. ചില ക്ലാസസ് ഓഫ് പേഴ്സൺസിന് എന്ത് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നാ പറയുന്നത്. അവർക്ക് ഇത്രയും സ്കോർ ചെയ്താൽ മതി, ഇത്രയും മാർക്ക് സ്കോർ ചെയ്താൽ മതി, അവർ അതിൽ പാസ്സാണ്. ചില കാസ്റ്റിനാണെങ്കിൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യണം. അതിന്നും നമ്മൾ കണ്ടുവരുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ ആണ്. ടെസ്റ്റ് ആർ ഓൾസോ കൺസിഡേർഡ് ആസ് ട്രീറ്റഡ് ടു പ്രൈവസി. പ്രൈവസി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന രീതിയിലായിരിക്കും ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ പറയും, ഇന്ന ക്ലാസ്സിലാണ് നിങ്ങൾ സെലക്ടഡ് ആയിരിക്കുന്നത്, ഇന്ന കോട്ടയിലാണ് നിങ്ങൾ കയറിക്കുന്നത്. ഇപ്പൊ നമ്മള് കോളേജിലൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പറയും ഇന്ന കോട്ടയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ചിലപ്പോ OBC, ഒരു എക്സാമ്പിൾ പറയാണ്, OBC കോട്ടയിലല്ല കയറിയത്, അല്ലാണ്ട് മെറിറ്റ്സിലൊന്നല്ല കയറിയത്, അങ്ങനെ ഡിസ്ക്രിമിനേഷൻ. അതേപോലെ OBCയിലല്ല നീ കയറിയത്, എനിക്ക് എക്സാമിന് സെലക്ഷൻ കിട്ടിയത്, സെലക്ഷൻ ടെസ്റ്റ് ഇപ്പോൾ OBCയുടെ കാറ്റഗറി ആണെങ്കിൽ സെലക്ഷൻ സ്കോർ കുറച്ച് കുറവായിരിക്കും, ജനറലിനേക്കാളും കുറച്ചും കൂടി സ്കോർ പറയാ കട്ട് ഓഫ് പോയിന്റ് കുറവായിരിക്കും അല്ലെ. ഈ PSCയിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഇത് കാണുന്നത് കേട്ടോ. Sometimes such disapproval restrict the organization from looking towards the positive accept of testing. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് പോസിറ്റീവ് ആക്സെപ്റ്റ്, സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് അതിന് പോസിറ്റീവ് ആക്സെപ്റ്റ് തന്നെ മാറാണ്. കാരണം വളരെ മാർക്ക് കുറഞ്ഞ, ഇപ്പൊ ചില കാസ്റ്റിലെ ആൾക്കാർക്ക് മാർക്ക് കുറവ് സ്കോർ ചെയ്താൽ മതിയല്ലോ, അപ്പൊ അവരെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിലും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് അതിലും നല്ല നോളജ് ഉള്ള വ്യക്തിനെ ചിലപ്പോൾ നമ്മൾ മാറ്റി നിർത്തിയിട്ട് വേണമായിരിക്കും സ്കോർ ഈ കട്ട് ഓഫ് പോയിന്റ് അല്ലെങ്കിൽ ഇത്ര മാർക്ക് കുറഞ്ഞൊരു വ്യക്തിനെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഡിസ്ക്രിമിനേഷൻസ് സെലക്ഷൻ ടെസ്റ്റിൽ ഉണ്ട്. അത് മെയിൻ ആയിട്ട് ഗവൺമെന്റ് എക്സാംസിനൊക്കെയാണ് അങ്ങനത്തെ ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒന്ന് വായിച്ചു നോക്കിയാൽ, ക്യാൻ ബി യൂസ്ഡ് ഓൺലി ആസ് എ സപ്ലിമെന്റ്, ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആദ്യം പറഞ്ഞത് ഒബ്ജക്ടിവിറ്റി ഓഫ് ടെസ്റ്റ് ആയിരുന്നു, സെലക്ഷൻ ടെസ്റ്റ് ആയിരുന്നു, ചൂസിങ് ടെസ്റ്റ്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും പറഞ്ഞു. സെലക്ഷൻ ടെസ്റ്റിന് അതിൻ്റെതായ അഡ്വാൻറ്റേജും പ്ലസ് എന്തുണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമാണ്, സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ പ്രോപ്പർ ആയിട്ട് സെലക്ഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അതിൽ വന്നൊരു മെയിൻ ആയിട്ടുള്ള ഫാക്ടർ ആണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ അല്ലെ. എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്, നമ്മൾ ആർക്ക് ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്? ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇനി ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഞാൻ ഈ ഒരു പോർഷനിൽ പറയും. അതൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ ഇനി ഇന്റർവ്യൂവിന് പോകാനായിട്ട്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് നോക്കാം. An interview is a method used for selection purpose.
ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്, സെലക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് ഇന്റർവ്യൂ, വിച്ച് അലൗ ആൻ എംപ്ലോയർ ടു വ്യൂ ദ ഓവറോൾ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ഒരു കാൻഡിഡേറ്റ്സിന്റെ ഓവറോൾ പേഴ്സണാലിറ്റി മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് ഇന്റർവ്യൂ, which allow an employer to view the overall personality of an individual and freely to evaluate his behavior. അങ്ങനെ അദ്ദേഹത്തിന്റെ ബിഹേവിയർ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഇന്റർവ്യൂ. ഇന്റർവ്യൂ ഈസ് എ മോഡ് ഓഫ് മേക്കിംഗ് ഫേസ് ടു ഫേസ് കോണ്ടാക്ട്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂസ് ആണ് കൂടുതലും കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു അക്വയർ ബേസിക് ഐഡിയ അബൌട്ട് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ആപ്ലിക്കന്റ്. ആ ഒരു ആപ്ലിക്കന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഐഡന്റിഫൈങ് ഈസ് ഇന്റലിജൻസ്, അദ്ദേഹത്തിന്റെ ഐക്യവും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്പാൻ ഓഫ് ഇൻട്രസ്റ്റ്, ആ വ്യക്തിയുടെ ഇൻട്രസ്റ്റഡ് ഏരിയാസും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഹോബീസ് മനസ്സിലാക്കാം. ജനറൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ ലൈഫ്, ആ ഒരു വ്യക്തിയുടെ ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. അക്കോർഡിംഗ് ടു സ്കോട്ട്, ആൻ ഇന്റർവ്യൂ ഈസ് എ പവർഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ. ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണ്. എംപ്ലോയറും കാൻഡിഡേറ്റ്സും തമ്മിൽ അവരുടെ ഐഡിയാസും കാര്യങ്ങളും എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ്, നമ്മൾ ഇന്റർവ്യൂർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നു. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 or more പേഴ്സൺസ്, സാധാരണ 2 വ്യക്തികളായിരിക്കും ഇന്റർവ്യൂറും ഇന്റർവ്യൂ ആയിരിക്കും വരുന്നെങ്കിൽ ചിലപ്പോൾ അതിൽ നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതനുസരിച്ച് ആൻസർ പറയുന്നു. അവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. ഇൻ സിമ്പിൾ വേർഡ്, ആൻ ഇന്റർവ്യൂ ക്യാൻ ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ എഫേർട്ട് ടു ഒബ്റ്റെയിൻ മാക്സിമം ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ്. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ആ ഒരു കാൻഡിഡേറ്റ്സിന്റെ മാക്സിമം ഇൻഫർമേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് റിഗാർഡിംഗ് ഇറ്റ്സ് ഫിറ്റ്നസ് ഓഫ് ദ ജോബ്. കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻ നമ്മൾ എന്തിനാ കളക്ട് ചെയ്യുന്നത്, ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ആ ഒരു കാൻഡിഡേറ്റ്സ് നമ്മൾ പറഞ്ഞ ജോബ് ചെയ്യാൻ ഫിറ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ശരിക്കും ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആണ് വരുന്നത്. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഇന്റർവ്യൂലായിരിക്കും. ഇന്റർവ്യൂയുടെ ഫസ്റ്റ് ആ ഒരു 2-3 മിനിറ്റ്സ് തന്നെ ബെസ്റ്റ് ഇംപ്രഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ആ സാധാരണ ഇന്റർവ്യൂവിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് 3 മിനിറ്റ്സിനുള്ളിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കും. ആ ഒരു കാൻഡിഡേറ്റ്സിന് സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കും. ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണ്. പർപ്പസ്ഫുൾ ആയിട്ട് ഐഡിയാസും കാര്യങ്ങളും എക്സ്ചേഞ്ച് ചെയ്യണം. ആൻസറിങ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് അവർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുള്ള രീതിയിൽ ആൻസറും കാര്യങ്ങളും പറയണം. കുറച്ചും കൂടി ഇന്റർവ്യൂ നല്ലൊരു കൂടുതൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണൽ കോണ്ടാക്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്തോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ആണ്. There are various types of interview which are useful for obtaining various kinds of information. നമ്മൾ various types of interviews കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന വേരിയസ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് വേരിയസ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു ഇവാലുവേറ്റ് ദ കാൻഡിഡേറ്റ് സ്കിൽ ആൻഡ് നോളജ്, ഒരു കാൻഡിഡേറ്റ്സിന്റെ സ്കില്ലും നോളജും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്
ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൺ വെറൈറ്റി ഓഫ് ബേസ് ഇന്റർവ്യൂസ് കാറ്റഗറീസ് വിൽ ബി ഫോളോയിങ്. നമ്മൾ മെയിൻ ആയിട്ട് ഇന്റർവ്യൂസിനെ പ്രിലിമിനറി ഇന്റർവ്യൂ, കോർ ഇന്റർവ്യൂ, ദെൻ പിന്നെ ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ, അങ്ങനെ 3 ആയിട്ടാണ് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിന് മുകളിൽ വരെ സെലക്ഷൻ ടെസ്റ്റിന്റെ ടെസ്റ്റ് വരെ നല്ല രീതിയിൽ നോക്കിയിട്ട് വരണം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. Thank you, ma'am.